ഇത് സാമുവേൽ കൈതക്കുന്നേൽ. ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് വേണ്ടി പ്രൊജക്റ്റ് ചെയ്യുന്ന മാസാമാസം മോശമല്ലാത്തൊരാറക്ക ശമ്പളം കൈപ്പറ്റുന്ന ഒരു ടെക്കി. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ റീബ സാമുവേൽ. കേരളത്തിലെ അറിയപ്പെടുന്ന ഓൺലൈൻ ബിസിനസ് ശൃംഖല സ്വന്തമായി കെട്ടിപ്പടുത്ത ഒരു കഴിവുറ്റ ബിസിനസ് വുമൺ. ഇതവരുടെ ഏക മകൻ. നമ്മളിൽ പലരെയും പോലെ ഇവനു വേണ്ടി മാത്രമാണ് കേട്ടോ അവരീ സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ. എന്താ അല്ലേ? ഇവന്റെ കഥയാണ് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ജോൺ സാമുവേലിന്റെ ജീവിതകഥ. ജീവിതത്തിന്റെ ഏകാന്ത തുരുത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ ഈശോയുമായി കൂട്ടുകൂടിയ ജോൺ സാമുവേൽ എന്ന 5 വയസ്സുകാരന്റെ ജീവിതകഥ. എവർ ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. ഈശോ Friends. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ.
കൈവിട്ടു ഞാൻ പാതി വഴിയിൽ കാത്തു കാത്തിടും നിൻ സ്നേഹം. കൈവിട്ടു ഞാൻ പാതി വഴിയിൽ കാത്തു കാത്തിടും നിൻ സ്നേഹം. ഒടുവിൽ തളർന്നിരുന്നിടമോ നിൻമടിത്തട്ടായിരുന്നു. ഒരു പുതിയ ഹൃദയം നിനക്ക് ഞാൻ നൽകും. നമ്മുടെ ബഹുമാന്യനായ, അതിലുപരി നമുക്കേവർക്കും ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ജോൺ സാമുവലിന് ജന്മനാടിന്റെ സ്നേഹവും സ്വാഗതവും. അദ്ദേഹം തുടങ്ങിവെച്ചതും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ അനേകം ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉപഭോക്താക്കളാണ് നമ്മളിൽ ഓരോരുത്തരും. ഇന്നിവിടെ വിതരണം ചെയ്ത പദ്ധതികൾ കുട്ടികൾക്കുള്ള ഉന്നത പഠന സഹായ പദ്ധതിയായ പഠിക്കൂ പറക്കൂ, ഭിന്നശേഷിക്കാരായവർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി കൈത്താങ്ങ്, അതിഥി തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ ക്ഷേമത്തിനായുള്ള ദേശാടന കിളിക്കൊരു കൂട്. സർ, ഈ പദ്ധതിയുടെ എല്ലാം വിതരണം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. സർ, ഇവയുടെ എല്ലാം ഗുണഭോക്താക്കൾ അങ്ങയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാം അങ്ങയോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നു. സർ, പ്ലീസ്. താങ്ക് യു സർ. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ജോൺ സാമുവലിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. അനൗൺസ്മെൻ്റ് ചെയ്ത കുട്ടി സാർ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എന്തോ ഒരു അന്യനായ പോലെ. മുഖ്യമന്ത്രി ആയ ശേഷം ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ ജോണേട്ട എന്ന വിളിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ മുഖ്യമന്ത്രി ആയാലും ഇനി ഒന്നും അല്ലാതായാലും ശരി, ഞാൻ എന്നും നിങ്ങളുടെയൊക്കെ മകനും സഹോദരനും കൂട്ടുകാരനും ഒക്കെ ആയ ആ ജോൺ സാമുവൽ തന്നെയായിരിക്കും. ഗവൺമെൻറ് തുടങ്ങി വെച്ച പദ്ധതികളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ നടപ്പാക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇന്ന് 9 മണിക്ക് തിരുവനന്തപുരത്ത് മറ്റൊരു മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി, എൻ്റെ നമസ്കാരം. താങ്ക് യു സർ. നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത. മുഖ്യമന്ത്രി ജോൺ സാമുവൽ രാജിവെച്ചു. തന്റെ പേഴ്സണൽ സെക്രട്ടറിയും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെട്ട അഴിമതി ആരോപണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സ്വയം രാജ്യസന്നദ്ധത അറിയിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ രാജി ഗവർണർ സ്വീകരിച്ചു. ഇതോടെ 2 ആഴ്ചയായി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിലനിന്ന പ്രതിപക്ഷ പ്രക്ഷോഭനത്തിന് വിരാമമായി. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു. ഒടുവിൽ അലഞ്ഞണഞ്ഞിടമോ നിൻകാൽ ചുവടായിരുന്നു. ഒടുവിൽ അലഞ്ഞണഞ്ഞിടമോ നിൻകാൽ ചുവടായിരുന്നു. എത്ര വളർന്നാലും ദൈവമേ
ഞാനെന്നും അങ്ങേക്കു പൈതൽ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മുൻ മുഖ്യമന്ത്രി ജോൺ സാമുവലിന്റെ അപ്രതീക്ഷിത വേർപാടിൽ ഞെട്ടിത്തെറിച്ച് കേരളം. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവ്, ഏറ്റവും കൂടുതൽ ആളുകളുമായി സംബന്ധിച്ച ജനനായകൻ, ഏറ്റവും കൂടുതൽ പൗരനിവേദനങ്ങളിൽ ഒപ്പിട്ട് താഴെത്തട്ടിലേക്കുള്ള കൈമാറിയ മുഖ്യമന്ത്രി. കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത്. എൻ്റെ കണ്ട ഏറ്റവും വലിയ ജനകീയ നായകന്മാരിലൊരാൾ. ജനങ്ങളിൽ നിന്നും ജീവവായു ശ്വസിക്കുന്നൊരു വ്യക്തിയായിരുന്നു. പാവങ്ങളുടെ ഒരു പടത്തലവനാണെന്ന് പറയാം. പാവങ്ങൾക്ക് വേണ്ടി പുള്ളിയുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനാണ്. അതുപോലെ ഒരു നല്ല മനുഷ്യനെ ഇപ്പോൾ കിട്ടാനില്ല. ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എത്ര വളർന്നാലും മകനേ, നീ എന്നും എനിക്കെൻ്റെ പൈതൽ. എത്ര വളർന്നാലും മകനേ, നീ എന്നും എനിക്കെൻ്റെ പൈതൽ.